ഹായ് ഡിയേഴ്സ്, നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് A4 സൈസിലുള്ള യെല്ലോ കളർ പേപ്പറാണ്. 5x5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഞാൻ കുറച്ചെണ്ണം വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 6 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പാണ് കിട്ടുന്നത്. സെയിം മെഷർമെൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കട്ട് ചെയ്തിരിക്കുന്ന ആ ഫ്ലവർ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഫ്ലവറൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വരച്ച് കൊടുക്കാം. ഞാനിവിടെ മജന്ത കളറ് പെന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പേപ്പറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ 2 പെറ്റൽസിൽ വരയ്ക്കാതെ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പെറ്റൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ 6 ഫ്ലവേഴ്സ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക. എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ മടക്കി വയ്ക്കുക. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അറ്റം ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് കളർ ചാർട്ട് പേപ്പർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ഞാൻ ഇതിൽ ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ കാർഡിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ സെയിം ഫ്ലവറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സ്റ്റെമ്മും ലീഫും ഞാൻ A4 ഷീറ്റിൽ തന്നെ ഗ്രീൻ കളർ A4 ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം സ്റ്റെം ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്ലവറും ലീഫും ഞാൻ ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള വേർഡിങ്സ് ഒക്കെ എഴുതി ചേർക്കാം.
അതുപോലെ തന്നെ ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ള കാർഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.